നമസ്കാരം. കേരള ന്യൂസ് 60 വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞങ്ങൾ ഇടുന്ന വാർത്തകൾ നിങ്ങൾക്ക് ലൈവായി കിട്ടുകയുള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനൊന്നും മറന്നു പോകരുത്. ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് മതേതരത്വവും സോഷ്യലിസവും ഒക്കെ ഒഴിവാക്കണമെന്ന് RSSന്റെ നേതാവ് ദത്താത്രേയ ഹൊസബാളെ കഴിഞ്ഞ ദിവസമാണ് ഒരു വിവാദ പരാമർശം നടത്തിയത്. ഭരണഘടന വിരുദ്ധമായിട്ടുള്ള ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിട്ടും എന്തായാലും ആ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഒരു പ്രതികരണം ഇന്നലെ വന്ന് നമ്മൾ കണ്ടില്ല. അതിനുശേഷം കേന്ദ്ര കൃഷി മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനും അത്തരത്തിലുള്ള ഒരു പ്രതികരണം രേഖപ്പെടുത്തി രംഗത്തേക്ക് വന്നു. അപ്പോഴും പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. പക്ഷെ പ്രതിപക്ഷ നേതാവ് എന്തോ ഫേസ്ബുക്കിൽ പോലും അതിനെതിരെ സംഘപരിവാറിനെതിരെ RSSനെതിരെ ഒരക്ഷരം പോലും എഴുതി ഇട്ട് കണ്ടില്ല. പക്ഷെ പിണറായി വിജയന്റെ പേജിലാകട്ടെ ഇത്തരത്തിലൊരു പരാമർശം വന്ന ഉടനെ തന്നെ അദ്ദേഹം അതിശക്തമായ നിലപാടും പ്രതിഷേധവും രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് ഇടുന്ന സാഹചര്യമുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഫേസ്ബുക്കിലെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഒന്ന് നോക്കാം. ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്നും സോഷ്യലിസവും മതേതരത്വവും ഒഴിവാക്കണമെന്ന RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബാളയുടെ പ്രസ്താവന അപലപനീയമാണ്. ഭരണഘടനയുടെ ആമുഖം പുനഃപരിശോധിക്കാനുള്ള ഈ ആഹ്വാനം ഇന്ത്യൻ റിപ്പബ്ലിക്കിനോടുള്ള വെല്ലുവിളിയാണ്. ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെ പിന്നിൽ നിന്ന് കുത്തിയ RSSന് ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ ആശയ പരിസരങ്ങളോട് അമർഷം തോന്നിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഭരണഘടനയ്ക്ക് പകരം മനുസ്മൃതിയെ ഉയർത്തിപ്പിടിക്കുന്നവർക്ക് ദഹിക്കുന്ന സങ്കല്പങ്ങളല്ല ഇന്ത്യൻ ഭരണഘടനയും അതിന്റെ അടിസ്ഥാന തത്വങ്ങളും. ബ്രിട്ടീഷ് ഭരണകൂടത്തോട് നിർലജ്ജം മാപ്പപേക്ഷിച്ച അതേ പാരമ്പര്യമാണ് അടിയന്തരാവസ്ഥ കാലത്തും RSS പിന്തുടർന്നത്. അടിയന്തരാവസ്ഥ കാലത്ത് നിരോധനം പിൻവലിക്കാൻ മാപ്പപേക്ഷകൾ നൽകിയത് RSS സർ സംഘചാലക് തന്നെയായിരുന്നു. ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള പിന്തുണയാണ് അക്കാലത്ത് അവർ ഇന്ദിരാഗാന്ധിക്ക് നൽകിയത്. ഇന്ദിരാഗാന്ധിയുടെ രാജ്യത്തോടുള്ള അഭിസംബോധനയെയും 20 പരിപാടിയെയും സ്വാഗതം ചെയ്തവരുടെ ഇന്നത്തെ അടിയന്തരാവസ്ഥ വിമർശനങ്ങൾ അപഹാസ്യമാണ്. അടിയന്തരാവസ്ഥക്കെതിരെയുള്ള വിമർശനമെന്ന വ്യാജേന ഭരണഘടനയുടെ ആമുഖത്തിൽ കൈവയ്ക്കാൻ ആവശ്യപ്പെടുന്നത് സംഘപരിവാർ അജണ്ടയുടെ ഒളിച്ചു കടത്തലാണ്. ഇത് അംഗീകരിക്കാൻ മതനിരപേക്ഷ സമൂഹത്തിന് കഴിയില്ല. ഇന്ത്യ എന്ന ആശയം രൂപപ്പെട്ടിരിക്കുന്നത് മനുസ്മൃതിയിൽ നിന്നല്ലെന്നും മറിച്ച് ഭരണഘടനയാണ് ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ ആധാരശിലയെന്നും RSS ഓർക്കുന്നത് നല്ലതാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പ്രതികരണം രേഖപ്പെടുത്തിയത്. RSSനെതിരെ സംഘപരിവാറിനെതിരെ മുഖം നോക്കാതെ പ്രതികരിക്കാനും അതുപോലെ തന്നെ പല രീതിയിലുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്താനും ഒക്കെ ഒരു മടിയുമില്ലാത്ത ഒരു മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നതെന്ന് നമുക്കറിയാമെങ്കിലും പ്രതിപക്ഷ നേതാവ് അങ്ങനെയല്ല എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഗാന്ധിവധവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട ഗോൾവാക്കറുടെ ജന്മശതാബ്ദി ദിനത്തിൽ പങ്കെടുത്തുകൊണ്ട് ഗോൾവാക്കറുടെ ചിത്രത്തിന് മുമ്പിൽ നിന്ന് ഇങ്ങനെ കൈകൂപ്പി നടുകുനിച്ച് നിലവിളക്കിന് തിരികൊളുത്തണമെങ്കിൽ ചില്ലറ ഉളുപ്പൊന്നും പോരാ. എന്തായാലും അത്തരത്തിലുള്ള ചില പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്ന പ്രതിപക്ഷ നേതാവ് ഇത്തരം വിഷയങ്ങളിൽ പ്രതികരണം രേഖപ്പെടുത്താൻ വൈകിട്ടുണ്ടെങ്കിൽ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ എന്തായാലും ഇന്ന് രാവിലെ മാധ്യമ പ്രവർത്തകരുടെ മുമ്പിൽ VD സതീശൻ തന്റെ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ VD സതീശനെ പോലുള്ള ആളുകൾ, പ്രത്യേകിച്ച് ഒരു കോൺഗ്രസ് നേതാവ്, ഇത്തരം സന്ദർഭങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഭരണഘടനാ വിരുദ്ധമായ പരാമർശം വന്നിട്ടുണ്ടെങ്കിൽ ഒരു 10 തവണ പ്രതികരിക്കണോ വേണ്ടയോ എന്ന് ആലോചിക്കേണ്ട ഒരു കാര്യവുമില്ല. ഇനി പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ റീൽസുകൾ ഇടാൻ മൂപ്പർക്ക് സമയമുണ്ട് എന്നെല്ലാവർക്കും അറിയാം. 2 വരി ഈ പറയുന്ന ദത്താത്രേയക്കെതിരെയും അതുപോലെ തന്നെ ശിവരാജ് സിംഗ് ചൗഹാനെതിരെയും ഒക്കെ ഒന്ന് എഴുതി ഇടാമായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് അങ്ങനെ എഴുതിയിടാൻ കഴിയുന്നില്ല എന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. എന്തായാലും ഇന്ന് മാധ്യമ പ്രവർത്തകർ മൂപ്പരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ചിലത് പറയാനുണ്ട് എന്ന് പറഞ്ഞ് VD സതീശൻ ആ വിഷയത്തിൽ ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും അതൊന്ന് ആദ്യം കാണാം. ഞാൻ ആദ്യമായിട്ടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, മതേതരത്വം സോഷ്യലിസം എന്ന 2 വാക്കുകൾ ഇന്ത്യയുടെ ഭരണഘടനയിൽ നിന്ന് എടുത്തു നീക്കണം എന്നാവശ്യപ്പെടുന്ന RSS നേതാക്കന്മാരുടെ ശ്രമത്തിനെതിരായി ഐക്യജനാധിപത്യ മുന്നണി അതിശക്തമായ ക്യാമ്പയിൻ നടത്തും. എന്തായാലും VD സതീശന്റെ പ്രതികരണം അല്പം വൈകിപ്പോയെങ്കിലും ഇത്തരം ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള പല നിലപാടുകളും സ്വീകരിക്കുന്ന, പല പ്രതികരണങ്ങളും രേഖപ്പെടുത്തുന്ന ആളുകൾക്കെതിരെ ശക്തമായി പ്രതികരിക്കാൻ പ്രതിപക്ഷ നേതാവ് കുറച്ചുകൂടി പക്വത കാണിക്കേണ്ടതുണ്ട്. ഒപ്പം പ്രതിപക്ഷ നേതാവ് ഇത്തരം കാര്യങ്ങളിൽ ഇത്തരത്തിൽ വൈകി പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുന്നത് ഒട്ടും നല്ലതല്ല എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിനിടയിൽ സൂംബ ഡാൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ചോദ്യങ്ങൾ കൂടി മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നുണ്ട്. എന്തായാലും VD സതീശന്റെ ആ പ്രതികരണം ഒന്ന് കാണേണ്ടതാണ്. ഗവൺമെന്റ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആരെങ്കിലും ഒരു പരാതി പറഞ്ഞാൽ, ഒരു കൺസേൺ പ്രകടിപ്പിച്ചാൽ അവരുമായിട്ട് അത് ചർച്ച ചെയ്തത് പരിഹാരം ഉണ്ടാക്കണം, അവരുമായിട്ട് അത് ചർച്ച ചെയ്യണം. ഇത്തരം കാര്യങ്ങളൊന്നും ആരുടെയും മീതെ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല. ഇഷ്ടമുള്ളവർ ചെയ്യട്ടെ,
ഇല്ലാത്തവർ ചെയ്യേണ്ട. ഞാൻ പറയില്ല, നമ്മൾ വ്യത്യസ്തമായ വേഷവിധാനങ്ങൾ, വ്യത്യസ്തമായ ഭാഷ, സംസ്കാരം ഒക്കെ ഉള്ള രാജ്യമാണ്. ആ വ്യത്യസ്തതയാണ്, ആ വൈവിധ്യമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ മനോഹാരിത അല്ലേ. ഇപ്പോൾ പർദ്ദയിട്ട് നടക്കുന്നവരുണ്ട്, ജീൻസും ടോപ്പ് ഇട്ടുകൊണ്ട് നടക്കുന്നവരുണ്ട്. എല്ലാവരോടും നമുക്ക് ജീൻസും ടോപ്പ് ഇട്ടുകൊണ്ട് നടക്കാൻ പറയാൻ പറ്റുമോ? എല്ലാവരോടും പർദ്ദ ധരിച്ച് നടക്കാൻ പറ്റുക? അപ്പോൾ അത് ഓരോരുത്തരുടെയാണ്. അതൊക്കെ നമ്മുടെ വിശ്വാസവും മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതൊന്നൊരു വിവാദമാക്കാം. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത്തരം കാര്യങ്ങളിലൊന്നും വിവാദങ്ങളിലേക്ക് പോകരുത്. എന്തായാലും ആ വിഷയത്തിൽ വി ഡി സതീശൻ വളരെ ശ്രദ്ധയോടെ പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ടെങ്കിലും വി ഡി സതീശൻ ഒരു തെറ്റിദ്ധാരണ പടർത്തുന്ന രീതിയിലുള്ള ഒരു സംഗതി അതിനിടയിലൂടെ കടത്താൻ വേണ്ടിയും ശ്രമം നടത്തുന്നുണ്ട്. അതായത് ഈ സൂംബ ഡാൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് സർക്കാർ അടിച്ചേൽപ്പിക്കുകയാണ് എന്നൊരു പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടി വി ഡി സതീശൻ ഒരു ശ്രമം നടത്തുന്നതായിട്ട് ആ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സൂംബ ഡാൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ ഇതിനെ തെറ്റിദ്ധാരണ പടർത്തുന്ന രീതിയിലേക്ക് മാറ്റിക്കൊണ്ട് ഇത് ഒരു വലിയ എന്തോ സംഭവമായിട്ട്, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത എന്തോ മഹാകുറ്റമായിട്ടൊക്കെ ആരോപിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നുണ്ട്. എന്തായാലും സൂംബ ഡാൻസ് ഈ പറയുന്നത് പോലെ എല്ലാ സർക്കാർ സ്കൂളുകളിലും നിർബന്ധമായും നടത്തണമെന്നോ അല്ലെങ്കിൽ നടത്താത്ത പക്ഷം അത്തരം അധ്യാപകർക്കെതിരെ അല്ലെങ്കിൽ സ്കൂളുകൾക്കെതിരെ നടപടി സ്വീകരിക്കും എന്നൊന്നും എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പുറപ്പെടുവിച്ച ആ ഉത്തരവിൽ പറയുന്നില്ല എന്നുള്ളത് ഒരു വലിയ വസ്തുതയാണ്. പക്ഷേ അങ്ങനെ ഇരിക്കെ ഈ ഒരു വിഷയത്തിൽ ഇങ്ങനെ ഒരു ചർച്ച നടത്തിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ ഒരു വേറെ രീതിയിലുള്ള ഒരു വർഗീയ വിഷമൊക്കെ തുപ്പിക്കൊണ്ട് ഒരു വിഭാഗം ആളുകൾ ഈ സൂംബ ഡാൻസിന്റെ പേരിൽ കാണിച്ചു കൂട്ടുന്ന ഈ തെമ്മാടിത്തരം അത് എന്തിനു വേണ്ടിയാണ്, ഏതൊക്കെ രീതിയിൽ ഇവിടെ വർഗീയത പ്രചരിപ്പിക്കാൻ വേണ്ടിയാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും ഈ സൂംബ ഡാൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാധ്യമ പ്രവർത്തകർ പല രീതിയിലുള്ള ചോദ്യങ്ങൾ പ്രതിപക്ഷ നേതാവിനെ പോലുള്ള ആളുകളുടെ അടുത്ത് ചോദിക്കുമ്പോഴും നിങ്ങൾക്ക് കേവലം റേറ്റിംഗിന് വേണ്ടിയുള്ള ഒരു ചെറിയ ബൈറ്റിന് വേണ്ടിയാകാം അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ചോദിക്കുന്നത്. പക്ഷേ ഇവരൊക്കെ നടത്തുന്ന ഇത്തരം അപക്വമായിട്ടുള്ള പ്രതികരണങ്ങൾ നമ്മുടെ ഈ നാട്ടിൽ ഉണ്ടാക്കാൻ ഇടയുള്ള വലിയ വിപത്തിനെ കൂടി മാധ്യമങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് കൂടി പറഞ്ഞു വെക്കുകയാണ്. മാധ്യമങ്ങളെ സംബന്ധിച്ച് കേവലം നിങ്ങൾക്ക് റേറ്റിംഗും ബാക്ക് റേറ്റിംഗ് ഉയർത്താനുള്ള ഒരു ഉപാധി മാത്രമായിരിക്കാം ഇത്തരം വിവാദങ്ങളെങ്കിൽ ആ വിവാദങ്ങൾ സൃഷ്ടിക്കുന്ന വിപത്ത് അത് മാധ്യമപ്രവർത്തകർ എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കുകയും ഒപ്പം നിങ്ങൾക്കും ഈ നാടിനോട് ചില പ്രതിബദ്ധതകൾ ഉണ്ട് എന്നുള്ള കാര്യം കൂടി സ്വയം മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. എന്തായാലും പതിയെ വി ഡി സതീശൻ പ്രതികരണങ്ങളെല്ലാം രേഖപ്പെടുത്തി പോകുന്ന ഒരു കാഴ്ചയും കാണാനിടയായി. അതിനിടയിൽ റിപ്പോർട്ടർ ചാനലിൽ വി ഡി സതീശനെതിരെ ഒരു വാർത്ത ഇന്ന് രാവിലെ തന്നെ കാണാനിടയായി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വിജയത്തെ തുടർന്ന് ഒരു ക്യാപ്റ്റൻ വിവാദം കോൺഗ്രസിനകത്ത് കിടന്നു പുകയുന്ന കാഴ്ച നമ്മളൊക്കെ കണ്ടതാണ്. അത് പിന്നീട് രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ വി ഡി സതീശനും തമ്മിലുള്ള ഒരു പരസ്യ പോരിലേക്ക് മാറുന്നതും പിന്നീട് രമേശ് ചെന്നിത്തല മേജറാണ് എന്നൊക്കെ പറഞ്ഞ് വി ഡി സതീശൻ രംഗത്ത് വന്ന കാഴ്ചയൊക്കെ കണ്ടതാണ്. ഇതോടുകൂടി തന്നെ വി ഡി സതീശൻ കടുത്ത ഭയത്തിലാണ്. കാരണം ഒരിക്കലും ഇനി ഭരണം കിട്ടില്ലെങ്കിൽ പോലും ഇനി എങ്ങാനും കിട്ടിയിട്ടുണ്ടെങ്കിൽ തനിക്ക് മുഖ്യമന്ത്രി ആകാൻ പറ്റില്ലേ എന്ന ഭയം പൂണ്ട് എന്തായാലും വി ഡി സതീശന്റെ ഒരു പറ്റം ശിങ്കിടികൾ സമൂഹ മാധ്യമങ്ങളിൽ ഒരു പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ഈ പോസ്റ്റാണ് പല സമൂഹ മാധ്യമങ്ങളിലും ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. 2026 CM അത് വി ഡി സതീശനാണ് എന്ന പ്രതീതി സൃഷ്ടിക്കുന്ന രീതിയിലുള്ള ഒരു കനകോലുവിന്റെ ഒരു ന്യൂ മോഡൽ ഒരു ഗിമ്മിക്ക് പരിപാടിയാണ് ഇപ്പോൾ നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിനെതിരെ പരക്കെ പല രീതിയിലുള്ള വിമർശനങ്ങൾ കോൺഗ്രസ് പാർട്ടിക്കകത്തു നിന്ന് തന്നെ ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളത് ഇപ്പോൾ തന്നെ മാധ്യമങ്ങളിലൊക്കെ നമുക്ക് കാണാവുന്നതാണ്. ഇന്ന് രാവിലെ തന്നെ പല മാധ്യമങ്ങളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബ്രേക്കിംഗ് ചെയ്ത ഒരു വാർത്തയും വി ഡി സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി PR വർക്ക് ചെയ്യുന്നു എന്നുള്ള വാർത്തകളായിരുന്നു. എന്തായാലും ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാതെ വയ്യ. വി ഡി സതീശൻ എന്ന് പറയുന്ന ഈ നേതാവ് പൊതുവെ മുഖ്യമന്ത്രി ആകുന്നതിന് വേണ്ടി പല ശ്രമങ്ങളും നടത്തുന്നുണ്ടെങ്കിലും പൊതുവെ പാർട്ടിക്കകത്ത് വലിയ രീതിയിലുള്ള ഭിന്നിപ്പും എതിർപ്പും ഒക്കെ വി ഡി സതീശനെതിരെ ഉണ്ട് എന്നുള്ളത് നമുക്ക് ആ പാർട്ടിയുടെ പൊതുവെയുള്ള ആ നേതാക്കളുടെ പ്രകടനങ്ങളിൽ നിന്നും അവരുടെ പ്രതികരണങ്ങളിൽ നിന്നും ഒക്കെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. 2026 UDF അധികാരത്തിൽ വരും എന്നുള്ളതിന് എന്താണ് ഗ്യാരണ്ടി എന്ന് ചോദിച്ചാൽ പോലും അവർക്ക് വ്യക്തമായിട്ട് പറയാനായിട്ട് ഒന്നുമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ നിലമ്പൂരിലാണെങ്കിലും ഇതുവരെ ഇവർ ജയിച്ച മണ്ഡലങ്ങളിലാണെങ്കിലും ഒക്കെ അതൊക്കെ UDFന്റെ ഉറച്ച കോട്ടകളായിരുന്നു എന്നുള്ളതാണ്. ചേലക്കര പോലുള്ള ഒരു ഇടതുപക്ഷ മണ്ഡലം പിടിക്കാൻ പറ്റാത്തിടത്തോളം കാലം നമുക്ക് ഒരിക്കലും 2026 UDF അധികാരത്തിൽ വരുമെന്നും ഇവിടെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല എന്നത് പറയുന്നത് ഇവിടുത്തെ നിലവിലെ അടിയുറച്ച പല കോൺഗ്രസ്സുകാരുമാണ്.